പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മുതിർന്ന അംഗങ്ങൾക്ക് ആശ്രയ പെൻഷൻ വിതരണം ചെയ്തു. മുതിർന്ന അംഗങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് മുൻ MP KP ധനപാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ R130 സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് മുതിർന്ന അംഗങ്ങൾക്ക് നൽകി വരുന്ന 1500 രൂപ ആശ്രയ പെൻഷൻ വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ MP KP ധനപാലൻ, തോമസ് മുള്ളൂർ, മേരി എന്നിവർക്ക് പെൻഷൻ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 75 വയസ്സും 20 വർഷവും പൂർത്തിയായ അംഗങ്ങൾക്കാണ് നമ്മൾ ഈ പെൻഷൻ വിതരണം നടത്തുന്നത്. കാരണം 20 വർഷക്കാലം ബാങ്കിന് വേണ്ടി വ്യത്യസ്ത മേഖലയിൽ അവർ ചെയ്ത സേവനങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായമാവുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു കൈത്താങ് എന്ന നിലയിലാണ് നമ്മൾ ഈ 1500 രൂപ അവർക്ക് നൽകുന്നത്. നമുക്കറിയാം 1500 രൂപ വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ അതൊന്നും ആവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ലാഭത്തിന്റെ ഒരു വിഹിതം എന്ന നിലയിൽ നമ്മൾ ലാഭം കിട്ടുന്നതിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് 325 പേർക്കാണ് ഈ വർഷം നമ്മൾ ഈ പെൻഷൻ വിതരണം നടത്തുന്നത്. എൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയും സഹകാരികളുടെ പിന്തുണയും ജനസേവന മനസ്സുള്ള ഒരു ഭരണസമിതിയും എന്ന പേര് നിലനിർത്തിക്കൊണ്ട് സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേദനയും ദുഃഖം അനുഭവിക്കുന്നവർക്ക് കാരുണ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളത് മാതൃക കാണിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളാണ് ഇന്ന് ഓരോ സഹകരണ പ്രസ്ഥാനങ്ങളായാലും സന്നദ്ധ സംഘടനകളായാലും ഗവൺമെന്റുകളായാലും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണസമിതി അംഗങ്ങൾ, വാർഡ് കൗൺസിലർ ലൈജി ബിജു, സെക്രട്ടറി ടെസി KD എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയതായി ചേർന്ന അംഗങ്ങൾക്കുൾപ്പെടെ പെൻഷന് അർഹരായ എല്ലാ അംഗങ്ങൾക്കും പെൻഷൻ തുക വീടുകളിൽ എത്തിച്ച് കൊടുക്കാമെന്നും എല്ലാ അംഗങ്ങളും പെൻഷൻ കാർഡ് കരുതി വെക്കേണ്ടതാണെന്നും പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അറിയിച്ചു. ബാങ്കിനെ കുടിശ്ശികരഹിത ബാങ്കാക്കി മാറ്റുന്നതിന് ഏപ്രിൽ 30 വരെ നടത്തപ്പെടുന്ന കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പങ്കെടുത്ത് ആകർഷകമായ പലിശ ഇളവുകളോടെ വായ്പകൾ തിരിച്ചടച്ച് കുടിശ്ശികയിൽ നിന്നും ഒഴിവാകണമെന്നും നിക്ഷേപ സമാഹരണ യജ്ഞപ്രകാരം നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ നിരക്കിൽ നിക്ഷേപങ്ങൾ നൽകി പദ്ധതി വിജയിപ്പിക്കണമെന്നും പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ചടങ്ങിൽ പറഞ്ഞു. അവർക്ക് നല്ല രീതിയിൽ സർക്കാർ പറഞ്ഞ രീതിയിലുള്ള കുടിശ്ശിക ഇളവ്, പലിശയിൽ ഇളവ് നൽകി ഒട്ടനവധി പേർ ആ കുടിശ്ശിക തീർക്കുവാൻ സഹകരിച്ചു. അതോടൊപ്പം തന്നെ ഈ ഏപ്രിൽ മാസം 30 വരെ കുടിശ്ശികയുടെ യജ്ഞം നീട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയുകയാണ്. ഇനിയും ഇതിൽ അവസരത്തിൽ പങ്കെടുക്കാത്ത, ഈ യജ്ഞത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ബാങ്കിൽ നേരിട്ട് വന്ന് അവരുടെ കുടിശ്ശിക തീർക്കുവാനുള്ള ഒരു അവസരം കൂടി ഇനിയുണ്ട് ഏപ്രിൽ 30 വരെ. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേ-ബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.